അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി പറവൂർ നഗരസഭയും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും ചേർന്ന് സംഘടിപ്പിച്ച യോഗ ദിനാചരണ പരിപാടിയിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ലൈജി ബിജു നടത്തിയ മുഖ്യ പ്രഭാഷണത്തിൽ നിന്ന് ഞാൻ അടക്കമുള്ള നമ്മളിവിടെ ആയിരിക്കുന്ന ഓരോരുത്തരും ഒരു ഈ ജീവിതത്തിലെ ഒരു വലിയ വണ്ടിയാണ് ഓടിച്ചുകൊണ്ട് പോകുന്നത് ആണല്ലോ. കുഞ്ഞുങ്ങൾ ആരും ഇവിടെ ഇല്ല, മധ്യവയസ്കർ മുതൽ പേരുള്ളവരാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ജീവിതത്തില് ഈ വണ്ടി ഓടിച്ചു പോകുന്ന ഈ കാലഘട്ടത്തില് നമ്മൾ പലപ്പോഴും നമ്മുടെ ആരോഗ്യം എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അത് ഉറപ്പുള്ളൊരു കാര്യമാണ്. നമ്മള് ഇന്ന് നിത്യോപയോഗ ജീവിതത്തില് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഓടി നടക്കുന്ന ഈ ഒരു അവസരത്തില് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് ഏറ്റവും ആദ്യത്തെ ഒരു പരിഗണന കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ പലവരും നമ്മുടെ ജീവിതത്തിൽ അതിന് സമയം കണ്ടെത്താറില്ല. പക്ഷെ പഴയ കാലങ്ങളിലൊക്കെ യോഗ വളരെ ചുരുക്കമായിരുന്നു. ഇന്ന് കാലം മാറി. ലോകത്തിന് തന്നെ ഏറ്റവും വലിയ വരദാനമായിട്ടാണ് യോഗ ഇന്ന് നിലനിൽക്കുന്നത്. നമ്മുടെ ഈ സ്ഥാപനം ഉൾപ്പെടെ യോഗയുടെ മൂല്യം മനസ്സിലാക്കി ഡെയിലി ഇവിടെ ഒരു പ്രാക്ടീസ് സെക്ഷൻ ഉണ്ട് എന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അധ്യക്ഷൻ പറഞ്ഞ സ്കൂളുകളിലൊക്കെ കുട്ടികളെ യോഗ പഠിപ്പിക്കാൻ ഇച്ചിരി സിമ്പിളാണ്. കാരണം അവര് പ്രായത്തിനനുസരിച്ച് അവര് ആ ഒരു ഇതിലേക്ക് വരും. നമ്മളൊക്കെ കുറച്ചും കൂടി സ്റ്റിഫാണ്. നമ്മള് പ്രായം ചെല്ലുന്നതോറും നമ്മൾ സ്റ്റിഫാണ്. അപ്പൊ പെട്ടെന്ന് നമ്മൾ യോഗയിലേക്ക് വരിക എന്നുള്ളത് വലിയ പാടാണ്. എന്നിരുന്നാലും ഇന്നത്തെ സാഹചര്യത്തില് എല്ലാ മേഖലയിലും യോഗയ്ക്ക് നല്ല പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തില് ശാരീരികമായും മാനസികമായും നമുക്ക് ഉല്ലാസം നൽകുന്നതിനുള്ള ഒരു ഇതാണ് യോഗ. അപ്പോ എനിക്ക് നിങ്ങളോട് ഈ ഒരു അവസരത്തില് വലിയ പ്രസംഗമൊക്കെ പറഞ്ഞ് എല്ലാവരുടെ മനസ്സിലത് തങ്ങി നിൽക്കില്ല. ഇരുന്നുകൊണ്ട് തന്നെ നമുക്കിന്ന് എല്ലാവരുടെയും പ്രശ്നം സമയമില്ല എന്നുള്ളതാണ്. ഒരു യോഗ സെന്ററിൽ പോയി വളരെ ശാന്തമായിട്ട് യോഗ അഭ്യസിച്ച് പോരുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമ്മുടെ ഭക്ഷണ ക്രമീകരണം എല്ലാം നോക്കിയിട്ട് വേണം ആ യോഗയിലേക്ക് നമ്മൾ ഒരു മണിക്കൂർ കടക്കാനായിട്ട്. അപ്പൊ ഇന്ന് നമുക്ക് ഒരു യോഗ നമുക്ക് ഇപ്പോ ഇരുന്ന് അങ്ങോട്ട് ചെയ്താലോ, ചെയർ യോഗ. കാരണം ഞാൻ ഉൾപ്പെടെയുള്ളവരെല്ലാവരും യോഗ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും നല്ല കാര്യമാണ്. എന്താണ് യോഗ? അതൊന്നും ആർക്കും അറിയാനും പാടില്ല, അതിനാർക്കും സമയവുമില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവരും ഒന്ന് നേരെ ഇരുന്നേ. ഞാൻ ആദ്യം മനസ്സിൽ വിചാരിച്ചു ഒരു ഇത് എന്ന് വിചാരിച്ചപ്പോ എല്ലാവരും ചായ കുടിക്കരുത്. അപ്പോ എല്ലാവരോടും വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഈ യോഗാ ദിനത്തിലെങ്കിലും നമ്മൾ ഒരു യോഗയെങ്കിലും നമുക്ക് ഇരുന്ന് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. എല്ലാവരും ആദ്യമേ തന്നെ നേരെ ഇരിക്കുക. നമ്മൾ കൈകളൊക്കെ ഇത് ചെയ്താണ്ട് വളരെ റിലാക്സ് ചെയ്ത് ഇല്ല, ഞാൻ ചെറുതായിട്ട് ഒരൊറ്റ മിനിറ്റ് മാത്രമേ എടുക്കുള്ളൂ. അപ്പോ ഒരു ചെയർ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റിന് നമുക്ക് ഓരോരുത്തർക്കും വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമ്മളുടെ ശരീരത്തിന് ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഈ പ്രായത്തിൽ 50-60 വയസ്സിലൊന്നും എല്ലാ യോഗയും പെട്ടെന്ന് പറ്റില്ല. അപ്പൊ ഇരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ യോഗയാണ്. നമ്മൾ ആദ്യം നേരെ ഇരിക്കുക, ശ്വാസം ഒന്നെടുക്കുക, വായ അടച്ചു പിടിക്കുക, വായിലൂടെ ശ്വാസം എടുക്കരുത്, മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക. ബ്രീത്ത് ഇൻ. പറ്റുമെങ്കിൽ കണ്ണടച്ചാൽ നന്നായിരിക്കും. 2 മിനിറ്റ് എടുക്കുള്ളൂ. ശ്വാസം നന്നായിട്ട് അകത്തേക്ക് എടുക്കുക. ബ്രീത്ത് ഔട്ട്. ഇങ്ങനെ ഒരു 10 ടൈംസ് ചെയ്യാം. ബ്രീത്ത് ഇൻ. ദൈർഘ്യം ഇച്ചിരി കൂടി വരണോട്ടാ. ഇൻ. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട്. നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഒരു 10 ടൈംസ് ചെയ്യാം. ഇപ്പോ നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ട് നമ്മളൊരു 3 ടൈംസ് നിർത്തുകയാണ്. ഇനി നമ്മുടെ ഫുൾ ബോഡിയിലാണ് ഇരുന്നിട്ട് ചെയർ ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങണം. അപ്പൊ നമ്മുടെ ഹെഡിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മൾ വിചാരിക്കും തലയ്ക്ക് എന്താണെന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും അതിന് വ്യക്തമായ എക്സസൈസുകൾ ഉണ്ട്. നമ്മൾ ഓരോന്ന് പഠിച്ചു വരുമ്പോഴാണ് ഓരോ അവയവത്തിനും അതിൻ്റെതായ എക്സസൈസുകൾ ഉണ്ട്. അതൊക്കെ നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. ഇനി അടുത്തത്, എല്ലാവരും നമ്മുടെ തലയിപ്പോ നേരെ ഇങ്ങനെ ഇരിക്കുകയല്ലേ, ശ്വാസം എടുത്തുകൊണ്ട് എല്ലാവരും ഒന്ന് താഴേക്ക്, ഈ താടിയെല്ലാം നിങ്ങളുടെ ഇവിടെ മുട്ടത്തക്ക രീതിയിൽ ഒന്ന് താഴേക്ക് വരിക. ബ്രീത്ത് ഔട്ട്. നേരെ വരിക. ഇൻ. ഒന്ന് ബാക്കിലേക്ക് പോവാം.
ബ്രീത്ത് ഔട്ട്, നേരെ വരാം. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം, സമയം കുറവുണ്ടെങ്കിൽ ഇരിക്കുന്നവർക്കൊക്കെ സംസാരിക്കണം, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഒറ്റ ഇത് കിട്ടിയില്ലേ? ഇത് നമ്മുടെ ഈ ഷോൾഡർ പെയിൻ, കഴുത്ത് വേദന, ഇതിനൊക്കെ നിങ്ങൾക്ക് ഗുണം കിട്ടും. ഞാൻ ഉറപ്പ് പറയുന്നു, ഒരാഴ്ച നിങ്ങൾ ഈ 2 എക്സസൈസ് ഞാൻ പറയുന്നത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോൾഡർ, കഴുത്ത്, ഇങ്ങനെ തലയ്ക്കുള്ള ഭാരം ഇതൊക്കെ കുറയും. നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. ഒരു 10 മിനിറ്റ് ആദ്യം നിങ്ങൾ ബ്രീത്തിങ് എടുത്ത് ബ്രീത്ത് ഔട്ട് ചെയ്തു ഇതിൻ്റെത്. അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു ഇത് ചെയ്തത് ഇങ്ങനെ ഒരു ഇതാണ്. ഇത് ചെയ്തു, മുകളിലേക്ക് നേരെ നിന്നു, ബ്രീത്തിങ് എടുത്തു, നേരെ വന്നു, ഇത് ചെയ്തു. അടുത്തത് ഈ ഒരു നമ്മുടെ തലയെ ഒരു സൈഡിലേക്ക് ഒന്ന് മൂവ് ചെയ്യാം. ആദ്യം നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ്, ബോഡി അനങ്ങരുത്, കഴിഞ്ഞു നേരെ വരിക, തിരിച്ചു പോവുക, തിരിച്ചു വരിക. ഇങ്ങനെ ചെയ്യാം. ഇപ്പൊ സമയം കിട്ടുകയാണെങ്കിൽ വേറൊരു ദിവസം വന്ന് അതിന്റെ ഫുള്ള് ഞാൻ നിങ്ങളെ ഈ പറഞ്ഞു തരാമെന്ന് ഞാൻ പറയാണ്, ഒരു താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും സമയക്കുറവുള്ളത് കൊണ്ട് ഇന്നത്തെ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു.